പാലാ സിവിൽ സ്റ്റേഷന് മുന്നിലുള്ള നിർദ്ദിഷ്ട റൗണ്ടാന മഹാകവി പാലാ നാരായണൻ നായർ സ്ക്വയറാക്കണമെന്ന് ആവശ്യമുയർന്നു. മഹാകവി പാലാ നാരായണൻ നായരുടെ 17ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പാലാ സഹൃദയ സമിതിയും പാലാ സ്മാരക ലൈബ്രറിയും ചേർന്ന് നടത്തിയ അനുസ്മരണ സമ്മേളനത്തിലാണ് ഈ ആവശ്യമുയർന്നത്. മഹാകവി പാലാ നാരായണൻ നായരുടെ 17ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സ്മൃതി സദസ്സും അനുസ്മരണ സമ്മേളനവും കാവ്യാർച്ചനയും പാലാ സ്മാരക ലൈബ്രറിയിൽ നടന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ നിർവാഹക സമിതി അംഗം ND ശിവൻ ഉദ്ഘാടനം ചെയ്തു. ഈ തലമുറ ഈ യന്ത്രത്തിന്റെ ലോകത്തിലേക്ക് പിറന്നു വീണവരാണ്. അവർ ആ യന്ത്രം ഉപയോഗിച്ചേ തീരൂ, ഒരു തർക്കവുമില്ല. പക്ഷേ മുതിർന്നവർക്ക് ഈ യന്ത്രം എങ്ങനെ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാൻ കഴിയുന്ന പ്രാപ്തി ഉണ്ടാകും. അതില്ലാത്തതാണ് നമ്മളുടെ പ്രശ്നം. അപ്പോൾ മുതിർന്നവരെ അത്തരം പ്രാപ്തി ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ മലയാള ഭാഷയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മലയാള ഭാഷ തേനുലാവിന ഭാഷയാണ് എന്ന് പാലാ പറഞ്ഞപ്പോൾ മലയാള ഭാഷ എപ്പോഴാണ് നഷ്ടപ്പെട്ടതെന്ന് കുഞ്ഞുണ്ണി പറഞ്ഞിരുന്നു. അമ്മ മമ്മിയായപ്പോഴേ അമ്മ മമ്മിയായപ്പോഴേ നമ്മളുടെ കുട്ടികൾക്ക് അവരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചാലേ അവർ രക്ഷപ്പെടൂ എന്ന ധാരണയിൽ നമ്മളുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടുകയും ഇംഗ്ലീഷും മലയാളവും അറിയാൻ പാടില്ലാത്ത കുട്ടികളാക്കി മാറ്റുകയും നമ്മൾ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഭാഷയ്ക്ക് തനതായി നിലനിൽപ്പില്ല. ഒരു സംസ്കാരവും അതിന്റെ ചരിത്രവും ഒക്കെ നിലനിൽക്കുമ്പോൾ മാത്രമേ ഒരു ഭാഷയും നിലനിൽക്കൂ. രവി പുലിയന്നൂർ അധ്യക്ഷനായിരുന്നു. എഴുത്തുകാരി മീര കൃഷ്ണ അനുസ്മരണ പ്രഭാഷണം നടത്തി. PR വേണുഗോപാൽ, G ജയകൃഷ്ണൻ, D ശ്രീദേവി, ശിവദാസ് പുലിയന്നൂർ, PS മധുസൂദനൻ, ജയനാരായണൻ, ജിജോ തച്ചൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കവിയരങ്ങും നടന്നു.